സമയത്ത് തന്നെ ఎత్తి കേട്ടോ. ఆరా అయాళు? అయాళో అది రాజావా. 17 సంవత్సరాలుగా నా కూతురు దొరుకుతుందని ఎంతో ఆశతో ఎదురు చూశాను. కానీ ఇంకా ఎదురు చూడటంలో అర్థం లేదని నేనొక నిర్ణయం తీసుకున్నాను. അയാൾ എന്താ ഈ പറയുന്നത്? 17 കൊല്ലമായിട്ട് രാജാവ് മകൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നും ആ കുട്ടി എന്നേക്കുമായി നഷ്ടപ്പെട്ടതുകൊണ്ട് അവൾ മരിച്ചതായി അംഗീകരിക്കാനും പകരം വേറൊരു കുട്ടിയെ രാജ്ഞിയാക്കാനുമാണ് കൊട്ടാരത്തിന്റെ തീരുമാനം. ഏതാണ്ട് ഇതൊക്കെയാണെന്ന് തോന്നുന്നു അതിന്റെ അർത്ഥം. പിന്നെ ഇവിടത്തെ തെലുങ്കിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്ത്? അതെനിക്കറിയില്ല. ఈ నిర్ణయానికి ఎవరికైనా అభ్యంతరం ఉందా? ഇപ്പൊ എന്താ പറഞ്ഞേ? ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാൻ. నా కూతురు సలిపోయిందని నేను తీసుకున్న ఈ నిర్ణయం മകള് മരിച്ചു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ఒకవేళ నా కూతురే తిరిగి వచ్చినా తండ్రిగా కూడా తనను అంగీకరించలేను. പിന്നെ ആ കുട്ടി തിരിച്ചു വന്നാൽ രാജാവിന് സ്വീകരിക്കാൻ കഴിയില്ലെന്ന്. తీసుకోపోయే ఈ నిర్ణయంలో ఇక్కడ ఉన్న ఎవరికైనా అభ్యంతరం ఉంటే చెప్పండి, ఇప్పుడే మార్చుకుంటాను. ആരെങ്കിലും എതിർപ്പുണ്ടെന്ന് പറഞ്ഞാൽ ചടങ്ങ് മാറ്റിവെക്കാനുള്ള അധികാരം രാജാവിനുണ്ടെന്ന്. ఎవరికైనా అభ్యంతరం ఉందా చెప్పండి. అభ్యంతరం ఉంటే ధైర్యంగా చెప్పండి. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പറയാനാ പറഞ്ഞത്. ആണോ? എതിർപ്പുണ്ട് എന്ന് പറയുന്നതിന്റെ തെലുങ്ക് എന്താ? നാക്കു അഭ്യന്തരം ഉന്തി. നാക്കു അഭ്യന്തരം ഉന്തി. నాకు అభ్యంతరం ఉంది. 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 పైకి రా, రాజుగారు పిలుస్తున్నారు. എന്താ? పైకి రా, రాజుగారు పిలుస్తున్నారు. എന്താണ് പൈക്കിരാന്ന് പറഞ്ഞ? അറിഞ്ഞൂടാത്തോണ്ടല്ലേ ഞാൻ ചിരിച്ചത്. കേരള ബിഹാർ నువ్వేం చెప్పావు? പങ്കൻ. പങ്കൻ? അല്ല, ഇവൻ പറയും. ഒന്ന് തെലുങ്കിൽ പറയടാ. നീലു കാവാലി. ഒരു ഗ്ലാസ് നീലു വെള്ളം. എന്ത് വേണം? വെള്ളം വേണോ? അതെ, വെള്ളം നീലു. മലയാളം അറിയാലോ. നിങ്ങൾ എവിടെന്നാ വരണത്? പറയൂ, നിങ്ങൾ ആരാ? ഞാൻ പഞ്ചകാക്ഷൻ. ഞാൻ ചന്ദ്രഹാസൻ. ഞങ്ങൾ വരുന്നത് നിങ്ങൾ 17 വർഷമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മകളുടെ അടുത്ത് നിന്നാണ്. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അവൾ അങ്ങയുടെ മകളാണെന്ന് തെളിയിക്കാൻ മറ്റു തെളിവുകളൊന്നും വേണ്ട. ഒരൊറ്റ പ്രാവശ്യം അവളെ കണ്ടാൽ അങ്ങേക്കത് ബോധ്യമാകും. ഞങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ദേഷ്യം വന്നാൽ കൊല്ലാൻ മടിക്കാത്ത ആളാണെന്ന് അവര് പറഞ്ഞല്ലോ. ആ ദേഷ്യം വന്നാലല്ലേ? ഭയപ്പെടണ്ട. ഇനി പറ, എന്റെ മകൾ എവിടെയുണ്ട്? അത് പറഞ്ഞ ഞങ്ങളെ വേറൊരാൾ കൊന്നുകളയും. പൊന്നൻ. ഈ പൊന്നൻ പറയൂടാ, ഞാനെല്ലാം പറയും. എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് ഈ 2 മരണം ഉറപ്പാ. അപ്പൊ പിന്നെ സത്യം പറഞ്ഞിട്ട് മരിച്ചൂടെ? ആന്ധ്ര പൊന്നൻ എന്നാ വിളിക്കുന്നത്. അയാളാ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ദേവന് കുറെ കാശിന്റെ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ അവന്റെ വീട് ജപ്തി. അതുകൊണ്ടാ ഞങ്ങൾ ഇതിനിറങ്ങി പുറപ്പെട്ടത്. ആന്ധ്ര പൊന്നൻ അവനിപ്പോ എവിടെ ഉണ്ട്? കേരളത്തിൽ. മഹാരാജാവ് തിരുമനസിനെ മുഖം കാണിക്കാൻ അടിയൻ വന്നിട്ടുണ്ട്. ഇയാളെപ്പോ വന്നു? ഇയാളെന്തിനാ വന്നേ? ഒരിക്കൽ ഞാൻ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്നെ കൊന്നുകളയാൻ ഉത്തരവിട്ട ആളാണ് നിങ്ങൾ. എന്നെ ആട്ടിപ്പായിച്ചവരാണ് നിങ്ങൾ എല്ലാവരും. ഇന്ന് എൻ്റെ ദിവസമാണ്. മഹാരാജാവിനോട് ഇന്ന് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരും. നിങ്ങളുടെ ജീവനേക്കാൾ വിലയുള്ള നിങ്ങളുടെ മകൾക്ക് എന്ത് വില തരാൻ പറ്റുമെന്ന് മഹാരാജാവ് ഇന്ദ്രരാജരെട്ടി പറയണം. പറയാം. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്റെ മകൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ ഇവിടെ
എന്റെ കൺമുമ്പിൽ കൊണ്ടു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കും. നിന്നെ ഞാൻ വിശ്വസിക്കാം. വിശ്വസിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്നവനാണ് ഇന്ദർ രാജറെഡ്ഡി. അതുപോലെ ചതിച്ചാൽ പിന്നെ നമ്മളിൽ ഒരാളെ ജീവിച്ചിരിക്കൂ. മനസ്സിലായോ? ഉവ്വ്. ഉവ്വ്. എങ്കിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ നിങ്ങളുടെ സുഹൃത്ത് ഇവിടെ നിൽക്കും. എന്താ, സമ്മതാണോ? സമ്മതമാണ്. പോയിക്കോ. താങ്ക്സ് ആൻഡി. നീ ഇങ്ങനെ വെടി പൊട്ടുമ്പോ ഞെട്ടാൻ തുടങ്ങിയാലോ ശശാങ്ക? ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ. പൊട്ടാൻ പോകുന്ന കതിനകളായി നിൽക്കുന്നവരെല്ലാം. അതെ, ഈ കൂത്തരങ്ങ് പൊളിക്കാൻ പോണു, പുതുക്കി പണിയാൻ പോണു എന്നൊക്കെ പറഞ്ഞ് പിരിവ് തുടങ്ങിയിട്ട് ഈ ചിങ്ങത്തി 3 കൊല്ലം തികയും. അത് തികഞ്ഞോട്ടെ, പക്ഷെ പിരിച്ച പണം തികഞ്ഞില്ല. നാട്ടുകാരിൽ നിന്ന് ഭീമമായ തുകയൊന്നും പിരിഞ്ഞു കിട്ടിയാലാന്ന് നിനക്കറിയാലോ. രസീത് ഇവിടെ ഇരിപ്പുണ്ട്, വേണേ കയറി വന്ന് നോക്ക്. രസീതിന്റെ കാര്യം ഒന്നും പറയണ്ട, അത് വെറും കള്ളക്കണക്കാണ്. അത് ഈ ശശാങ്കന് വരെ അറിയാം. എനിക്കത് അറിയാമെങ്കിൽ ഞാനിതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. അറിയൂ, എന്തായാലും ഈ മാസം തന്നെ കൂത്തരങ്ങ് പൊളിച്ചു പണിയണം. അല്ലെങ്കിൽ ഞങ്ങൾ പൊളിച്ചു പണിയും. ആ, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. കൂത്തരങ്ങല്ല, നിങ്ങൾ രണ്ടിനെ അടിച്ചു പൊളിക്കുമെന്നാ പറഞ്ഞത്. ഈശ്വര ഈശ്വര. നമ്പ്യാരി. നമ്പ്യാരോ? അപ്പൊ ഇവിടുത്തെ പ്രതിഷ്ഠ മാറ്റിയോ? നമ്പ്യാരായോ? കാട്ടടാ, സാക്ഷാൽ ഈശ്വരൻ തന്നല്ലേ ഈ നടന്നു വരുന്നത്. നമ്മുടെ നമ്പ്യാർ സാറ് വല്ല നോക്കൂ. ഒത്തടാ ഒത്തു. അല്ല, സാർ ഇവിടെ. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. സംഭാവന വാര്യര്. എന്താ ഇവിടെ? എനിക്ക് ഇവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു. ശശാങ്ക, നിനക്ക് ആളെ മനസ്സിലായില്ലേ? നമുക്ക് ഇതുവരെ നല്ലൊരു സംഭാവന തന്നോണ്ടിരുന്ന സാറാ ഈ നമ്പ്യാർ സാറ്. എന്നിട്ട് കണക്ക് ബുക്കിൽ ഇങ്ങനെ ഒരു പേര് കണ്ടില്ലല്ലോ. ഒന്ന് മിണ്ടാറിയടാ. നീ എങ്ങനെ കാണാനാ? നിനക്ക് വെള്ളെഴുത്തല്ലേ? എന്റെ അക്ഷരമാണെങ്കിൽ കുരു കുരു കുനാന്ന് പറഞ്ഞ ചെറിയ അക്ഷരവും. സാറ് വന്നാട്ടെ, ഒന്ന് മാറി നിൽക്കണ. ഹോ, കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. ഇത്രയ്ക്ക് തെമ്മാടിയും താന്തോന്തിയുമായ ഒരു ചെറുക്കൻ ഒരു നിമിഷം കൊണ്ട് മനസ്സുമാറി ഈശ്വരനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇപ്പൊ അവൻ കുടുംബകാര്യങ്ങൾ നോക്കുന്നതിലൊക്കെ ബഹുമിടുക്കനായിരിക്കുക. ആ, ഇനി വേണം എനിക്ക് എന്റെ സ്ഥാപനങ്ങളൊക്കെ അവനെ ഒന്ന് ഏൽപ്പിക്കാൻ. ഇതിപ്പോ നമ്മളെ കൂത്തരകിന്റെ കാര്യം പറഞ്ഞ പോലെ ആയല്ലോ ശശാങ്ക. സാറ് വന്നാട്ടെ, ചെന്നാട്ടെ. എന്താണാവോ, ചിലപ്പോ നമുക്ക് വല്ല സഹായം ചെയ്യാന്ന് പറയൂ. കണ്ടില്ലേ? ആ സാറേ, ദേ കണ്ടില്ലേ, ആകെ പൊളിഞ്ഞ് പാളീസായി. ഞങ്ങളിത് പൊളിച്ച് കളയാൻ തുടങ്ങിയതാ. പക്ഷെ എന്തോ എന്റെ മനസ്സിന് സമ്മതിച്ചില്ല. ഇപ്പൊ 2-3 ദിവസമായി ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ കൂത്തരങ്ങ് പുതുക്കണമെന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഈ കൂത്തരങ്ങും സാറിന്റെ മോന്റെ ജാതകവുമായി എന്തോ ബന്ധം കാണും. ഇത് പൊളിച്ച് പണിയാൻ എന്ത് ചെലവ് വരും? അയ്യോ, സാറിന് ഇത് വല്ലൊരു പ്രശ്നമാണോ? ഏറി വന്ന ശശാങ്ക, നീ പോയി ഇളനീര് വാങ്ങിച്ചോളൂ. ഞാൻ കുടിപ്പിക്കാം. ഒരു 5 ലക്ഷം രൂപയാവും. ഇതിപ്പോ സാറിന് വലിയ ചെലവായിട്ടൊന്നും കണക്കാക്കണ്ട. സാറിന്റെ മോന്റെ പേര് ചെയ്തൊരു വഴിപാടാണ് എന്നങ്ങോട്ട് കരുതുക. വരെ നമുക്ക് ഇതങ്ങ് പൊളിച്ചാലോ? പിന്നെ പൊളിച്ചേര്. എല്ലാവരും ഒരിടത്ത് കൂടി നിൽക്കാൻ ഒരാൾ അപ്പുറത്തോട്ട് ചെല്ല്. എടാ മുരുക, ഒന്ന് വേഗം പൊളിച്ചെടുക്കണം. നാളെ കാലത്ത് പണി തുടങ്ങാനുള്ളതാ. നാളെ ഫണ്ട് വന്നിട്ടും പണി തുടങ്ങിയില്ല എന്ന് വരരുത്. അടിച്ചു പൊളിക്കാതെടാ, പൊളിച്ചടുക്ക്. ആശാനെ ഇവിടെ തന്നെ കാണണേ. എടാ വായി നോക്കി, ഇവിടെ വായി നോക്കിക്ക, അങ്ങോട്ട് ഇല്ലടാ. ഇതെന്താ പൊളിക്കുന്നേ? ഇതേ പൊളിച്ച് പണിയാൻ പോവുക. ഏതോ ഒരു വലിയ മുതലാളി സംഭാവനയായിട്ട് ചെയ്യുന്നതാ. 4-5 ലക്ഷം രൂപ വരും. അങ്ങേരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ കുറച്ച് പണം അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കായിരുന്നു. പോയി ചോദിച്ചോ. അയാൾക്ക് ഒരു തലതിരിഞ്ഞ മകനുണ്ടായിരുന്നു. അവനിപ്പോ നന്നായി തിരിച്ചു വന്ന സന്തോഷത്തിലാ. എന്ത് ചോദിച്ചാലും തരും. ദാനധർമ്മം ചെയ്യണമെങ്കിൽ ആ സാറിനെ കണ്ടു പഠിക്കണം. എന്ത് പറഞ്ഞാലും റൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇറക്കുമല്ലോ. താനും പോയി ചോദിച്ചോ.
അതെ പൊളിച്ചു തുടങ്ങി. പിന്നെ എല്ലാരും ചോദിക്കുക, അല്ല എനിക്കൊരു സംശയം ഇല്ലാതില്ല, ഈ പുതുക്കി പണിയാനുള്ള ഫണ്ട് കിട്ടിയിട്ട് പൊളിച്ചാ പോരെന്ന്. ഫണ്ടോ? ആ? നീ ഫണ്ട് കണ്ടിട്ടുണ്ടോടാ? ഏ? ഫണ്ട് എങ്ങനെ ഇരിക്കും എന്ന് നിനക്കറിയാമോ? ഇല്ല. ഈ സാറിന്റെ ഫണ്ടിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ. ഇത് ആരാണെന്ന് അതിന്റെ വിചാരം? സാറ് പൊളിക്കാൻ പറഞ്ഞാ പൊളിക്കുക, പണിയാൻ പറഞ്ഞാ പണിയ, അത്ര തന്നെ. ചിലപ്പോ 5 ലക്ഷത്തിൽ അല്പം കൂടും. ആയിക്കോട്ടെ, ആവശ്യത്തിനുള്ള പണം തരാൻ ഞാൻ എന്റെ അളിയനെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. നീ പോയി 2-3 കിലോ ഇളനീര് വാങ്ങിച്ചു വാടാ. തേങ്ങ കൊല ഏ? അല്ലേ? പിന്നല്ല. വാരിയർ റൈറ്റ്. കെട്ടിടം പൊളിച്ചു തീരാറായി. നാളെ പണി തുടങ്ങണമെന്നും പറഞ്ഞും അച്ഛൻ തന്നെ എല്ലാത്തിനും മുന്നിൽ. അച്ഛനെയും കൂട്ടി എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ നല്ലത്. അതിന് അച്ഛൻ സമ്മതിക്കണ്ടേ? 5 ലക്ഷം രൂപ നാളെ രാവിലെ കൊടുക്കാന്ന് ഏറ്റിരിക്കുക. സാരമില്ല മാഷേ, നമുക്ക് കൊടുക്കാം. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ ചരിത്രമുള്ളതല്ലേ. പിന്നെ പണ്ട് സ്നാപക യോഹന്നാൻ 5 അപ്പം കൊണ്ട് 5000 പേരുമായിട്ട് ഊട്ടി പോയപ്പോ അത് ഈ കഥയല്ല. 5 അപ്പം ഒന്ന് പോടാപ്പ ചേട്ടൻ പറ. വെറും 5 രൂപ സംഭാവന കൊടുത്ത് ഒരു രസീത് വാങ്ങുക. എന്നിട്ട് ആ രസീതിൽ 5 രൂപ എന്നുള്ളത് 5 ലക്ഷം രൂപയാക്കുക. KSK നമ്പ്യാർ 5 ലക്ഷം രൂപ. അപ്പോ 5 ലക്ഷം രൂപയും തീർത്തു കൊടുത്തു കഴിഞ്ഞു അല്ലേ? അതെ അച്ഛാ, പണം അമ്മാവനാ കൊടുത്തു വിട്ടത്. ആ, ഞാൻ അളിയനെ ടെലഗ്രാം അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിന്ന് രാത്രി തന്നെ തൃക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകണം. ആ, ഒരു വിശേഷാൽ പൂജയും വഴിപാടും ഒക്കെ ഉണ്ട് അവിടെ. പൂജയും വഴിപാടും നടക്കട്ടെ. ഓ, അയ്യോ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ എല്ലാരും കൂടി എന്റെ മെക്കിട്ടേറി എന്നാ കിട്ടാനാ? ഈ കെട്ടിടവും പൊളിച്ചിട്ട് രാഖിരാമായണ അയാൾ കടന്നുകളയുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അയാളല്ല ഇവിടെ പ്രശ്നം, അയാൾ തന്ന ഫണ്ടാണ് പ്രശ്നം. ഫണ്ടോ? ആ, എന്താ താ ഫണ്ട് എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? ഫണ്ട് കണ്ടിട്ടേ ഇല്ലേ? അയാളുടെ ഫണ്ടും കണ്ടിട്ടുള്ളതല്ലേ? മര്യാദയ്ക്ക് വെക്കണോ കാശ്? ശശാങ്ക, ഈ സമയത്ത് നീ കാല് പാരാതടാ. എനിക്ക് നിങ്ങളെ വിശ്വാസം അല്ല. അയാൾ കാശ് തരാതെ പോയി എന്ന് പറഞ്ഞാൽ ഞാനിത് വിശ്വസിക്കില്ല. അയ്യോ, നിന്റെ അച്ഛനാണ് സത്യം. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാ. ഇതുപോലുള്ള കള്ള സത്യങ്ങൾ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ചേട്ടാ, ദേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. വെറുതെ നോക്കി നിൽക്കാതെ ചില പ്രയോഗങ്ങളോട് ചോദിക്കടാ. അടിയടാ അവനെ. ആരും ബഹളം വെക്കണ്ട, എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം തരാം. അയ്യോ ശശാങ്ക, ഓ, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു. കുറെ ഒഴിച്ചതല്ലേ, ഇനി സമയാകുമ്പം പറയാം. ഇപ്പൊ ആയി. അതെ, ഏ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. സ്വന്തം കാര്യം തന്നെ എന്താവും അറിയാതിരിക്കാൻ ഞാൻ. ഒന്ന് പോടോ. എന്താ ആശാനെ കാര്യം? ഒരു KSK നമ്പ്യാർ ഈ ഭാഗത്തുണ്ടെന്നറിഞ്ഞു. ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. KSK നമ്പർ ആരാ? അളിയൻ. ആരാ? അളിയൻ. അളിയനാ? എന്റെ ഭഗവതി, അളിയാ. ആ. നിന്റെ അളിയൻ 5 ലക്ഷം രൂപ രൊക്കം ഇവിടെ കൊണ്ട് വെക്കാതെ നീ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അളിയൻ കാശ് കൊണ്ട് വരില്ല, കൊണ്ടുവരാൻ പറ്റില്ല. എങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കും. ഓ, ഞാൻ ഇവിടെ നിന്ന് ചെതലെടുത്തു പോകും, അത്ര തന്നെ. അതുകൊണ്ട് യാതൊരു പ്രയോജനമോ അമ്പലത്തിനോ കമ്മിറ്റിക്കാർക്കോ ഇല്ല. എനിക്ക് 2 അപേക്ഷയുണ്ട്. എന്താ രണ്ടാമത്തെ അപേക്ഷ? എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ കൂടെ ആർക്ക് വേണേലും വരാം. അളിയനെ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അപ്പൊ ആദ്യത്തെ അപേക്ഷയോ? എന്റെ പാന്റ് ഷർട്ട് ഉങ്ങി തരണം. തൈ വേണമെന്നില്ല. എന്റെ അപേക്ഷ സ്വീകരിക്കണം. നിങ്ങളൊരു യുവ നേതാവല്ലേ, യുവതി യുവാക്കളുടെ ഹരമല്ലേ? വാസ്തവം.